രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകുലുക്കിയ ഒരു വാർത്തയായിരുന്നു തൃപ്പൂണിത്തുറയിലെ 2021 തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് അവിടുത്തെ UDF നേതാവ്, കോൺഗ്രസ് നേതാവായ കെ ബാബുവിനെതിരെ അവിടെ മത്സരിച്ച് തോറ്റ LDF CPIM സ്ഥാനാർത്ഥിയായിരുന്ന M സ്വരാജ് കോടതിയിൽ നൽകിയ ഹർജി തെരഞ്ഞെടുപ്പ് തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള നിയമ പോരാട്ടം തുടക്കം മുതലേ തന്നെ പണി പാളുന്ന അവസ്ഥയായിരുന്നു. സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം വീട് കിട്ടിയ ലോട്ടറി പോലെ 2016 ബാർക്കോഴ വിഷയം ഒരു വലിയ കാട്ടുതീ പോലെ പടർന്നപ്പോൾ ആ തരംഗത്തിൽ M സ്വരാജ് നിലമ്പൂരിൽ നിന്നും വണ്ടി കയറി തൃപ്പൂണിത്തുറയിൽ എത്തുകയും അവിടെ നിന്ന് ഏകദേശം 4000-ഓളം വോട്ടുകൾക്ക് ജയിക്കുകയും ചെയ്തു. പിന്നെ അങ്ങോട്ട് ആ മണ്ഡലത്തെ തിരിഞ്ഞു നോക്കിയില്ല. മാത്രമല്ല, സൈബർ പോരാളിയെ പോലെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് പുളകിച്ച് മറിഞ്ഞ M സ്വരാജ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മന്ത്രിയാകുമെന്നൊക്കെ ആയിരുന്നു അഭ്യൂഹം. എന്നാൽ മന്ത്രി പദവി പോയിട്ട് MLA പോലും ആകാൻ കഴിയാത്ത അവസ്ഥയായി. അതിൽ വെകിളി പൂണ്ട, അല്ലെങ്കിൽ അതിൽ അരിശം പൂണ്ട സ്വരാജ് നിയമ പോരാട്ടത്തിലൂടെ അങ്ങ് ജയിച്ചു കളയാന്നൊക്കെ വ്യാമോഹം കൊണ്ടു. എന്നിട്ട് എന്ത് പറയാൻ, 900-ഓളം വോട്ടുകൾക്ക് ജയിച്ച കെ ബാബുവിൻ്റെ തെരഞ്ഞെടുപ്പ് ഒരിക്കലും അസാധുവാക്കാൻ പോകുന്നില്ല. കാരണം കൃത്യമായി പറയട്ടെ, അതിനേക്കാൾ ചെറിയ മാർജിനിൽ പല CPIM നേതാക്കളും പല മണ്ഡലങ്ങളിലും വിജയിച്ച് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വരാജിൻ്റെ ഈ ഹർജി പിൻവലിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തി. നിലമ്പൂരിൽ ചെന്നും ഷൗക്കത്തിനോട് മത്സരിച്ച് പരാജയപ്പെട്ടു. സ്വന്തം നാട്ടുകാർക്ക് പോലും സ്വരാജിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നൊരവസ്ഥയായി. ഒടുവിൽ നാണം കെട്ടി ലഭ്യനായി സ്വരാജ് വീണ്ടും സ്വന്തം തട്ടകം ഉപേക്ഷിച്ച് എറണാകുളത്ത് വന്ന് സ്ഥിരതാമസമാക്കി. ഏതായാലും സ്വരാജ് ഇപ്പോൾ സുപ്രീം കോടതിയിലെ ഹർജി പിൻവലിച്ചിരിക്കുകയാണ്. ഇനി ഒരിക്കൽ കൂടി തൃപ്പൂണിത്തുറയിൽ മത്സരിക്കുമോ സ്വരാജ് എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ്. പകരം ഏതെങ്കിലും CPIM സേഫ് സീറ്റ് കൊടുക്കുമോ, അതായത് കല്യാശ്ശേരി പോലെ, പയ്യന്നൂർ പോലെയുള്ള ഏതെങ്കിലും സേഫ് സീറ്റ് കൊടുക്കുമോ? കാരണം പിണറായി വിജയന് വേണ്ടി സ്തുതി പാടുന്നൊരു വ്യക്തിയാണ്. പക്ഷെ എന്തുകൊണ്ട് പിണറായി വിജയൻ പരിഗണിക്കുന്നില്ല എന്നത് വലിയ ചോദ്യമാണ്. കെ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം 1991 മുതൽ തുടർച്ചയായി അവിടെ മത്സരിച്ച് വിജയിച്ചു വന്ന വ്യക്തി 2026 മാത്രമാണ് പരാജയം അനുഭവിക്കേണ്ടി വന്നത്. 2016 മാത്രമാണ് പരാജയം അനുഭവിക്കേണ്ടി വന്നത്. 2021 ആ മണ്ഡലം തിരിച്ചു പിടിച്ചുകൊണ്ട് കോൺഗ്രസിനെ ശക്തമാക്കിക്കൊണ്ട് കെ ബാബു മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി ഇനി മത്സരിക്കാൻ പോകുന്നത് ബാബു അല്ല എന്നറിഞ്ഞതോടെ വീണ്ടും സ്വരാജ് മത്സരിക്കാനുള്ള ആഗ്രഹവുമായി എത്തുകയാണ്. കാരണം സ്വരാജിന് മറ്റേതെങ്കിലും ഒരു മണ്ഡലം കൊടുക്കുന്നതിനേക്കാളും തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാനാണ് അദ്ദേഹത്തിന് ആഗ്രഹം. കാരണം എറണാകുളം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന മേഖല, പെട്ടെന്ന് എറണാകുളത്ത് സെറ്റിൽ ചെയ്ത് പോവുകയും വരികയും ഒക്കെ ചെയ്യാം. അതൊക്കെ കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് തൃപ്പൂണിത്തുറ ഏറെ പ്രിയപ്പെട്ടതാണ്. പക്ഷെ അവിടുത്തെ ജനങ്ങളെ ഒന്നും തിരിഞ്ഞു നോക്കാൻ സ്വരാജിന് സമയമില്ലതായി. ഇതെല്ലാം കൂടി എങ്ങനെ ഒത്തുചേരും, എങ്ങനെ നടക്കും എന്നുള്ളതാണ് വലിയ സംശയമായി നിൽക്കുന്നത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കേസിലെ ഹർജി പിൻവലിച്ചതോടുകൂടി സ്വരാജ് വീണ്ടും ഇളിഭ്യനായിരിക്കുകയാണ്. ഇങ്ങനെ പരാജയങ്ങൾ ഏറ്റുവാങ്ങാനുള്ള ഒരു ജീവിതമാണോ ഈ അന്തംഗാമിയായ സ്വരാജിനുള്ളത് എന്ന ചോദ്യവും ബാക്കി നിൽക്കുകയാണ്.